ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ സമയം ഇവിടെ 2:37 AM, പുലർച്ചെ 2:45 പോണു. ഇപ്പോൾ ഞാനിങ്ങനെ ഉറക്കപ്പിച്ച് ലുക്കിലൊക്കെ ഒരുങ്ങിയിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇന്നെൻ്റെ അനിയത്തി വരുവാണ്. സോ നമ്മൾ എയർപോർട്ടിൽ പോകാൻ പോവാണ്. അനിയനും ഞാനും കൂടെ പോണത്. കുറേ നേരം അവൻ ഒരുങ്ങി വന്നിരിക്കുന്നത്. ഞാൻ ചെല്ലട്ടെ. നോർമലി ഞാൻ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് എവിടെയെങ്കിലും പോകാനായിട്ട്. ഇന്നലെ എനിക്ക് അതിനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് 3 ഡ്രസ്സാണ് ഞാൻ മാറിയത്. എനിക്ക് എന്തിട്ടിട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലായിരുന്നു. അവസാനം ഒരു ഓവർ സൈസിലെ ടീഷർട്ടും ജീൻസും ഇട്ടിട്ട് ഞാൻ ഇറങ്ങി. അസംഗ വന്നു. ഞങ്ങൾ ഒരുമിച്ച് വടാട്ട് വരെ പോയതൊക്കെ പതുക്കെ വിളിക്കണ കൂട്ടാ. സോ 3 മണിക്കാണ് സിയ ലാൻഡ് ചെയ്യണത്. ഇപ്പൊ സമയം വന്ന് 2:46. അവളവിടെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ. നമുക്ക് എയർപോർട്ട് എത്തിയിട്ട് കാണാൻ ഗൈസ്. നമ്മൾ ഇത്ര നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ആയിരുന്നു നമുക്ക് എയർപോർട്ട് വരെ. അങ്ങനെ വണ്ടികളൊന്നും അധികം റോഡിൽ ഉണ്ടായിരുന്നില്ല ഗൈസ്. നമ്മൾ എയർപോർട്ട് എത്തി. അങ്ങനെ 3/4 മണിക്കൂർ എടുത്തുള്ളത്. ആ സംഘം ചീറി പാനാണ് വന്നത്. നമ്മൾ എയർപോർട്ട് എത്തി ഗൈസ്. ആൻഡ് കഴിഞ്ഞ വർഷം ഉണ്ടല്ലോ സിയ എയർപോർട്ടിൽ വന്ന കോലം എന്ന് പറഞ്ഞൊരു കൂതറ കോലമായിരുന്നു. ഭയങ്കര ലംബമായിട്ടാണ് വന്നത്. അപ്പോൾ ഇത്തവണ ഏതൊക്കെയോ ഒരു ഔട്ട്ഫിറ്റൊക്കെ എന്താ പറയുക അതിനു വേണ്ടി മാത്രം മേടിച്ച് സെറ്റാക്കി കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തന്നു. കണ്ടിട്ട് ഒരുമാതിരി നമ്മുടെ കിലുക്ക സിനിമയിലെ രേവതി വഞ്ഞ ലുക്ക് ഉണ്ടായിരുന്നു. ലെറ്റ്സ് സീ. മണിക്കൂർ കുറേ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കണാണ് ലൂപ്പ് പോലെ. പണ്ടാരം വിളിക്കാൻ ഇവിടെ നിന്നല്ല ഇത്ര നമ്മൾ പോയത്. കാറ് പാർക്ക് ചെയ്യണ കുഴപ്പം. അങ്ങനെ കുറെ നേരം ചുറ്റി നടന്നിട്ട് ഫൈനലി നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. ഇനി സിയാനെ തപ്പണം. ബാടാ വെയിറ്റിംഗ് ആണ് ഗൈസ്. സിയാജോ ഇതുവരെ എത്തിയില്ല. സിയയുടെ കാര്യം ഇതാണ് കേട്ടാ, ഒരു കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്യത്തില്ല. ലാൻഡ് ചെയ്താ ഫ്ലൈറ്റ് കയറിയാ ഒരു കാര്യം പറയത്തില്ല. കഴിഞ്ഞ തവണ വന്നപ്പോൾ എന്താണോ ഒന്നും മനസ്സിലായില്ല. ആളവിടെ നിന്ന് കയറിയിട്ടുണ്ടോ ഒന്നും അറിയത്തില്ല. ആരെക്കൂടി മനസ്സിലായപ്പോൾ അറിയോ സ്നാപ്പ് അയച്ചപ്പോൾ മനസ്സിലായി ഓക്കെ ഫ്ലൈറ്റിലാണെന്നുള്ള മനസ്സിലായി. അതാണ് സിയ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ വിളിച്ച് കുപ്പി ഏത് മേടിക്കണമെന്ന് ചോദിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അറിവില്ല. എങ്ങോട്ട് പോയെന്നൊരു അറിയാൻ പാടില്ല. പാവാട ഇട്ടൊരു പെണ്ണ് തുള്ളിച്ചാടി വന്നാൽ നോക്കി നിൽക്കുകയാണ്. ഫൈനലി കണ്ടുപിടിച്ചിരിക്കുകയാണ്. കിലുക്ക സിനിമയിലെ രേവതിയാണ് വരുന്നത്. അങ്ങനെ പുറത്തെത്തിയിരിക്കുകയാണ് സിയജോയ്. കണ്ട കണ്ട് അയ്യോ ഫോൺ കണ്ടാ ചേച്ചി. അത് സിയാടെ അത് എയിമിയാണ് തോന്നുന്നത്. ഞാൻ എയിമി. അതെ 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 അതെ. നമ്മളെ കൊണ്ട് പറ്റും ഒന്നുകൂടെ.
ഇതാ ചിത്തു നിന്റെ വണ്ടിനെ പുച്ഛിച്ചടാ. ഈ വണ്ടിക്ക് AC ഉണ്ടാന്ന്. 2 പെട്ടിയാണ് സിയ, അതായത് 2 കാർഡ്ബോർഡ് പെട്ടിയാണ് സിയ ഇത്തവണ കൊണ്ടുവന്നേക്കണത്. അത് നമ്മളൊരു കണക്കിന് വണ്ടിക്കകത്ത് കയറ്റി. സോ ഗൈസ് ലെറ്റ്സ് ഗോ ടു ഹോം. പിന്നെ ക്യൂൻസ് അവിടെ ആയിരിക്കണം. അസനൊക്കെ നാളെ ജോലിക്കോ, എല്ലാവർക്കും നാളെ ജോലിക്ക് പോകണം. നിന്നെ പോലെ അല്ല. കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പരിപാടി ക്യാൻസൽ ചെയ്തേക്കിരുന്നല്ലേ. എനിക്ക് ഊര് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുള്ള. ഇല്ല, അയാളോട് അരി മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ എടുത്തിട്ട് പോകും. വെള്ളം ഉണ്ടോ? ആ യെസ് ഐ ഹാവ്. ഗരം പാനിയുണ്ട്, ഗരം പാനി. അത് നീ കൊണ്ടുവന്നാണോ പറയാ? പിന്നെ ഇത് ചേച്ചി ചോദിക്കേണ്ട ചായ ഒക്കെ കുടിക്കാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. എടാ മോനെ, ഞാൻ ഇല്ല, എന്തൊരു തിരക്ക് ഭണ്ഡാരം പിടിക്കാനായിട്ട്. അതെന്താ അറിയോ, ജസീറൊക്കെ ലേറ്റ് ആണ്. കൊറേ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു ഭണ്ഡാരം പിടിക്കാനായിട്ട്. ഡിലേ ആണ്. ഞങ്ങൾ അവിടെ 7:05 എടുക്കണ്ട, ഞങ്ങൾ എടുത്തത് 7:50. വണ്ടി കൊണ്ടവിട്ടപ്പോ അയാൾ വന്ന് എന്നോട് പറയാനേ ഇത് ഫോൺ ഉപയോഗിക്കാനുള്ള സ്ഥലമില്ല. പോലീസിലെ പട്ടാളമാണ്, പട്ടാളം പിടിച്ചിട്ടു. വെടിവെക്കും, അതുകൊണ്ടൊന്നും പറഞ്ഞില്ല. ഒന്ന് പൊടി മരുഭൂമിയിലെ പൊടിയായിരിക്കും. നല്ല കോട. അയ്യോ എന്റെ മോനെ, രസമുണ്ടല്ലേ കാണാൻ. അയ്യോ വണ്ടി ഓടിക്കട്ടെ ചെക്കൻ. അതെ, അതെ ഗ്ലാസ് എടുത്ത് കണ്ണിൽ വെക്കത്തില്ല, നാണോണ്. സൺ വന്നാലേ വെക്കാൻ പറ്റുള്ളൂ. നോക്ക് തല വെച്ചോണ്ട് ഓടിക്കണം അവിടെ നിന്ന് ഇവിടം വരെ. അതും നല്ല രസമുണ്ടല്ലേ അത് അവിടെ കാണിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. ഫോണിൽ മതി വല്ലാണ്ടിരിക്കണം. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ നമ്മൾ ക്യൂൻസിൽ പോണില്ല. ക്യൂൻസിൽ ആരിക്കണം നിങ്ങ? No one is there. സമയം Guys, look at this. Love is fucking scum, guys. Focus on career, money, bro. നിന്നെ ഉദ്ദേശിച്ചാ, നിന്റെ ഉദ്ദേശിച്ച നിന്നെ മാത്രം ഉദ്ദേശിച്ചാ. നമ്മളതിനെപ്പറ്റി സംസാരിച്ചോ. പെട്ടി നാണക്കെടുത്ത് തലക്കെട്ടടിക്കണേ. നീയാണ് എന്റെ വീഡിയോയിലാ സംഘേ. രാത്രിയിൽ ഒന്നും കഴിക്കാണ്ട് പോയതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു തട്ടുകടയിൽ കയറി ദോശയും ഓംലേറ്റൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ തന്നെ സമയം ഏതാണ്ട് 5 മണി അടുത്തായിട്ടുണ്ടായിരുന്നു. നമ്മൾ വീടെത്തി, ഫുഡൊക്കെ കഴിച്ചു. ഇപ്പം മണി 6 മണിയായി. നമ്മൾ വീടെത്താറായിരിക്കണു. ഇനി ചെന്നിട്ട് ഉറങ്ങാനുള്ള ടൈമൊന്നുമില്ല. ചെല്ലുക, റെഡി ആകുക, കോർഡിനേഷന് പോവുക. നമുക്കിന്ന് വർക്ക് ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇനിയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ 2 വലിയ പെട്ടിയാണ് സിയ കൊണ്ടുവന്നേക്കുന്നത്. നമുക്ക് അതൊക്കെ പൊട്ടിക്കണ്ടേ. അപ്പോൾ അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണുന്നത് വരെ, till then, bye.